ഫ്രണ്ട്സ്, അപ്പം നമുക്കിന്ന് വെറൈറ്റി ആയിട്ട് മാഗി ഉണ്ടാക്കിയാലോ. അതിന് വേണ്ടിയിട്ട് ക്യാരറ്റ്, ക്യാബേജ്, സവാള, മുളക് ഇത്രയാണ് വേണ്ടത്. ആദ്യം തന്നെ നമ്മൾ ക്യാരറ്റ് ഇതുപോലെ നീളത്തിൽ അരിഞ്ഞെടുക്കുന്നുണ്ട്. ഇത് അരിഞ്ഞ് മാറ്റിയതിന് ശേഷം ക്യാബേജും കൂടി ഇതേപോലെ നീളത്തിൽ അരിഞ്ഞെടുക്കുക. ഇതും അരിഞ്ഞ് മാറ്റിയിട്ട് നമ്മളിവിടെ ഒരു സവാളയാണ് എടുക്കുന്നത്. ആ ഒരു സവാളയും അതുപോലെ തന്നെ നീളത്തിൽ അരിഞ്ഞെടുക്കുന്നുണ്ട്. ഇതെല്ലാം അരിഞ്ഞ് മാറ്റിയിട്ട് നമ്മൾ എരിക്ക് വേണ്ടിയിട്ട് 2-3 മുളകും കൂടി എടുക്കുന്നുണ്ട്. ഒരുപാടൊന്നും വേണ്ട, 2-3 മാത്രം മതി. ഒരുപാട് എരിയാകുമ്പോൾ നമുക്ക് മാഗിയുടെ കറക്റ്റ് ടേസ്റ്റ് കിട്ടത്തില്ല. അതുകൊണ്ട് 2-3 മുളകും കൂടി അരിഞ്ഞെടുക്കുക. ഇതെല്ലാം എടുത്തിട്ട് നമുക്കിതൊന്ന് ജസ്റ്റ് ഒന്ന് വാട്ടിയെടുക്കാം. അതിന് വേണ്ടിയിട്ട് ചട്ടി അടുപ്പത്ത് വെച്ച് എണ്ണയൊക്കെ വെച്ച് ചൂടായതിന് ശേഷം നമുക്കിതിനി അതിലേക്ക് ചേർക്കാം. ഇതെല്ലാം ചേർത്ത് ശകലൊരു ഉപ്പും കൂടെ ചേർത്തിട്ട് ചെറിയൊരു തീയിൽ ജസ്റ്റ് ഒന്ന് വാട്ടിയെടുക്കുകയാണ്. ഒരുപാട് വേവേണ്ട, ജസ്റ്റ് ഒന്ന് വാടിയാൽ മാത്രം മതി. ഇതൊന്ന് വാടുന്ന സമയത്ത് തന്നെ ഇതിൻ്റെ സൈഡിലോട്ട് നമ്മൾ 2 മുട്ടയും കൂടി പൊട്ടിച്ചൊഴിക്കുന്നുണ്ട്. 2 മുട്ട മാത്രമേ നമ്മൾ എടുക്കുന്നുള്ളൂ. അതിലേക്ക് ഒരു നുള്ളു ഉപ്പും കൂടെ ചേർത്ത് നല്ലതുപോലെ ഒന്ന് ചിക്കിയെടുക്കുക. ഇത് ചിക്കി എടുത്തിട്ട് ഇത് രണ്ടും കൂടെ നമ്മളിനി മിക്സ് ചെയ്യാൻ പോവുകയാണ്. ഇത് മിക്സ് ചെയ്തിട്ട് ഇതിലേക്ക് മസാലകൾ ചേർക്കുക. മാഗി മസാലയും കുരുമുളക് പൊടിയാണ് നമ്മൾ ചേർത്തത്. ഇത് രണ്ടും എല്ലാം ചേർത്ത് മിക്സ് ചെയ്തിട്ട് നമ്മളിവിടെ ടൊമാറ്റോ സോസും കൂടെ ചേർക്കുന്നുണ്ട്. അതും ചേർത്ത് നല്ലതുപോലെ ഒന്ന് ഇളക്കി റെഡിയാക്കി മാറ്റിയേക്കുക. ഇനി നമുക്ക് മാഗി വേവിക്കാം. മാഗി ആ ഒരു കറക്റ്റ് പരുവത്തിൽ നമ്മൾ വേവിച്ചെടുത്തിട്ടുണ്ട്. ഈ വേവിച്ചെടുത്ത മാഗി നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചതിലോട്ട് ചേർത്ത് ഇളക്കി മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട്. അപ്പോൾ മാഗി ഇവിടെ റെഡിയാക്കി കിട്ടിയിട്ടുണ്ട്. ചൂടോടെ ഇത് കഴിക്കാൻ പ്രത്യേക ടേസ്റ്റ് തന്നെയാണ്. മാഗിയുടെ കൂടെ ക്യാബേജും ക്യാരറ്റൊക്കെ കഴിക്കാൻ കിട്ടുമ്പോൾ നല്ല ടേസ്റ്റാണ്. കാരണം ടൊമാറ്റോ സോസിൻ്റെ രുചിയും കറക്റ്റായി എരിയൊക്കെ ആയപ്പോൾ സൂപ്പറായിട്ടുണ്ട്. നമുക്ക് എന്തായാലും ഇഷ്ടമായി. ആദ്യമായിട്ട് ഇങ്ങനൊന്ന് വെറൈറ്റി ആയിട്ട് ട്രൈ ചെയ്തതാണ്. സംഭവം എന്തായാലും സൂപ്പറായിട്ടുണ്ട്. ഞങ്ങളുടെ ഇങ്ങനത്തെ വെറൈറ്റി ആയിട്ടുള്ള വീഡിയോസ് ഇനിയും നിങ്ങളിലേക്ക് എത്തിക്കുന്നതായിരിക്കും. നമ്മളെ വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഉറപ്പായും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക.